അറബിക്കടലിൻ്റെ നടുവിലൂടെ ഒരു ചെറിയ ബോട്ട് യാത്ര. മുന്നിൽ നീലക്കടലും കാറ്റും. ഒടുവിൽ നമ്മളെ കാത്തിരിക്കുന്നത് പ്രകൃതി ഒരുക്കിയ ഈ അത്ഭുതമാണ്. ഇതാണ് ഉടുപ്പിയിലെ സെൻറ് മേരീസ് ഐലൻഡ്. കോസ്റ്റൽ കർണാടകയുടെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊന്നായ ഉടുപ്പിയിലെ മാൽപേ ബീച്ചിൽ നിന്നുമാണ് സെൻറ് മേരീസ് ഐലൻഡിലേക്കുള്ള യാത്ര തുടങ്ങുന്നത്. മാൽപേ ബീച്ചിൽ നിന്നും 400 രൂപയുടെ ടിക്കറ്റും എടുത്ത് ബോട്ടിൽ കയറി 20 മിനിറ്റ് വരെ നീളുന്ന കടൽ യാത്രയ്ക്കൊടുവിൽ നമ്മൾ ഇവിടെ എത്തും. ഇതിന് ചരിത്രപരമായൊരു വലിയ പ്രാധാന്യമുണ്ട്. വാസ്കോ ഡ ഗാമ ഇന്ത്യയിലെത്തിയ യാത്രയിൽ ഇവിടെ എത്തി എന്നതാണ് വിശ്വാസം. ദ്വീപിൻ്റെ സൗന്ദര്യത്തിൽ ആകർഷിതനായ അദ്ദേഹം ഇതിന് സെൻറ് മേരീസ് ഐലൻഡ് എന്ന പേര് നൽകിയതായും പറയപ്പെടുന്നു. പിന്നീട് അദ്ദേഹം കേരളത്തിലെ കാലിക്കറ്റ് ഭാഗത്തേക്ക് യാത്ര തുടങ്ങുകയും ചെയ്തു. ഇത് ഒരു ദ്വീപ് മാത്രമല്ല, 4 ചെറിയ ദ്വീപുകളുടെ ഒരു കൂട്ടമാണ്. ഇവിടെ ചില ഭാഗങ്ങൾ മാത്രമേ സന്ദർശകർക്കായി തുറന്നിട്ടുള്ളൂ. അറബിക്കടലിലെ നീല തിരമാലകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ദ്വീപ് പ്രകൃതി ഒരുക്കിയൊരു അതുല്യ സൃഷ്ടിയാണ്. ഇവിടെ എത്തുന്നവരെ ആദ്യം ആകർഷിക്കുന്നത് ഈ വിചിത്രമായ പാറക്കെട്ടുകളാണ്. സാധാരണ പാറക്കെട്ടുകളല്ല ഇവ. ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പുണ്ടായ വോൾഗാനിക് ഇറപ്ഷൻ കാരണം രൂപം കൊണ്ട ഹെക്സഗണൽ ഷേപ്പിലുള്ള പാറകളാണവ. ഇതിനാൽ സെൻറ് മേരീസ് ഐലൻഡിൽ ഇന്ത്യയിലെ പ്രധാനമായ ജിയോളജിക്കൽ സ്മാരകങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. അതിനാൽ ഇതൊരു സംരക്ഷിത പ്രകൃതി കേന്ദ്രമാണ്. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഇടാതെയും പ്രകൃതിയെ സംരക്ഷിച്ചും നമുക്ക് ഈ സൗന്ദര്യം ആസ്വദിക്കാവുന്നതാണ്. മേരീസ് ഐലൻഡിലെ വെള്ള നിറമുള്ള മണൽ ഒരു സാധാരണ മണൽ മാത്രമല്ല. കടലിലെ ചിപ്പികളുടെ പൊട്ടിയ കഷ്ണങ്ങളുടെയും സമുദ്രജീവികളുടെ അവശിഷ്ടങ്ങളുടെയും വർഷങ്ങളോളം തിരമാലകൾ അടിച്ചുണ്ടാക്കിയ പ്രകൃതിയുടെ ഒരു മനോഹര സൃഷ്ടിയാണ്. അതുകൊണ്ട് ഇവിടുത്തെ മണലിന് പ്രത്യേകമുള്ള വെള്ള നിറവും തിളക്കവും കാണപ്പെടുന്നു. ലക്ഷക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള അഗ്നിപർവ്വത പാറകളും ചിപ്പികളുടെ പൊട്ടിയ കഷ്ണങ്ങളും നിറഞ്ഞ തീരവും ചേർന്ന് ഈ ഐലൻഡിനെ ഇന്ത്യയിലെ ഏറ്റവും വ്യത്യസ്തമായ ദ്വീപുകളിൽ ഒന്നാക്കി മാറ്റുന്നു. അപ്പോൾ അടുത്ത തവണ ഉടുപ്പിയിലെത്തുമ്പോൾ മാൽപേ ബീച്ചിൽ നിന്നും ഒരു ബോട്ടും പിടിച്ച് ഈ അത്ഭുത ദ്വീപ് കാണാൻ മറക്കരുതേ.